ഹായ് ഫ്രണ്ട്സ്, സോൾ സാവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഭൂരിഭാഗം ആൾക്കാരും അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചും ലോ ഓഫ് മാനിഫെസ്റ്റേഷനെ കുറിച്ചും എല്ലാം പഠിച്ചിട്ടും എന്തൊക്കെ ടെക്നിക്കുകൾ ചെയ്തിട്ടും അവർക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. ഫ്രണ്ട്സ്, ആദ്യമേ തന്നെ പറയാം, ഇതൊരു മനോഭാവത്തിന്റെ പ്രശ്നമാണ്. ഈ മനോഭാവം എങ്ങനെ നമ്മളിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, എനിക്കൊരു കാർ വാങ്ങണം. അതൊരു ആഗ്രഹമാണ്, അല്ലേ? എനിക്കൊരു കാർ വാങ്ങണം. എന്നാൽ ഞാൻ വേറൊരു രീതിയിൽ പറയുകയാണ്, എനിക്കൊരു കാർ നേടിയെടുക്കണം. ഇവിടെ എന്തോ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ? എനിക്കൊരു കാർ വാങ്ങണം, എനിക്കൊരു കാർ നേടിയെടുക്കണം. വാങ്ങണം എന്ന് പറയുമ്പോൾ കിട്ടിയാൽ കൊള്ളാം, എപ്പോഴെങ്കിലും കിട്ടട്ടെ, അതൊരു വിഷ് മാത്രമാണ്. ഒരു ബിരിയാണി കിട്ടിയാൽ കൊള്ളാം എന്ന് പറയുന്നത് പോലെ ഒരു കാർ കിട്ടിയാൽ കൊള്ളാം. എന്നാൽ ഒരു കാർ നേടിയെടുക്കണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു വിൽ പവറിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാവുന്നുണ്ട്, അല്ലേ? ഞാനത് നേടിയെടുത്തേ അടങ്ങുകയുള്ളൂ, ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യും. അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കും എൻ്റെ കയ്യിൽ ഒരു കാർ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഞാൻ അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കും ലോകത്തിൽ മികച്ച ഒരു പബ്ലിക് സ്പീക്കറായി തീരും, അല്ലെങ്കിൽ ഒരു ഓതറായി തീരും. ഇത് പറയുമ്പോൾ അവിടെ ഒരു വിൽ പവറിൻ്റെ സാന്നിധ്യം ഉണ്ടാവുന്നുണ്ട്. ഈ മനോഭാവം എന്ന് പറയുന്നത് വിൽ പവറിനെ അടിസ്ഥാനമാക്കിയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വാങ്ങണം എന്നാണോ, അല്ലെങ്കിൽ വേണമെന്നാണോ, അതോ നേടണമെന്നാണോ നിങ്ങളെപ്പോഴും പറയാറുള്ളത്? അവിടെയാണ് നമുക്ക് പ്രശ്നമുണ്ടാകുന്നത്. നമ്മുടെ മനോഭാവത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അത് വേണം എന്ന് ആഗ്രഹിക്കാതെ അത് നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കാനായിട്ട് ശ്രമിക്കുക. നേടിയെടുക്കണം എന്ന് പറയുമ്പോൾ അവിടെ നമ്മളൊരു ഡെഡ് ലൈൻ ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഡെഡ് ലൈൻ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ആ ഡെഡ് ലൈൻ? അടുത്ത ഓണമാകുമ്പോഴേക്കും, അതിനപ്പുറം പോകില്ല, അതിനുള്ളിൽ തന്നെ ഞാനൊരു വീട് വാങ്ങിയിരിക്കും, അല്ലെങ്കിൽ ഒരു കാർ വാങ്ങിയിരിക്കും, അല്ലെങ്കിൽ ഞാൻ ആകേണ്ടത് എന്താണോ അവിടെ എത്തിച്ചേരും, അല്ലെങ്കിൽ അടുത്ത വർഷം ഇതേ സമയത്ത്, അല്ലേ? അതൊരു ഡെഡ് ലൈനാണ്. ആ ഒരു ഡെഡ് ലൈൻ ക്രമീകരിച്ചുകൊണ്ട് നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് നോക്കിക്കേ, നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും എല്ലാം ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ ഇങ്ങനെ പ്രിപ്പയർഡ് ആക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ വേണമെന്നല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്, നേടണം, നേടിയെടുത്തേ പറ്റൂ, നേടിയെടുത്തിരിക്കും. അവിടെ ഒരു ഡെഡ് ലൈൻ ക്രമീകരിച്ചുകൊണ്ട്, ഡെഡ് ലൈൻ സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളൊരു കാര്യം ആഗ്രഹിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. ഇന്നു മുതൽ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കുകയെ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ, നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ, അതായത് നമ്മൾ മനസ്സിൽ കാണുന്നതിന് മുൻപ് തന്നെ ദൈവം മാനത്ത് കാണും എന്നൊക്കെ പറയാറുണ്ട്, അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു ചിട്ടയോടുകൂടി ഒന്ന് മുന്നോട്ട് പോയി നോക്കിക്കേ, തീർച്ചയായിട്ടും ആ ഒരു ഡെഡ് ലൈന് മുൻപ് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ കയ്യിൽ വന്നിരിക്കും.